വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെഎസ്ആർടിസിയിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ പണിമുടക്കും. 12ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്കുന്നതെന്ന് TDF നേതാക്കൾ അറിയിച്ചു. ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക, 31% DA കുടിശ്ശിക അനുവദിക്കുക, ദേശസാൽകൃത റൂട്ടുകളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, ശമ്പള പരിഷ്കരണ കരാറിന്റെ സർക്കാർ ഉത്തരവിറക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഇന്ന് അർദ്ധരാത്രി മുതലാണ് INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ പ്രഖ്യാപിച്ചിട്ടുള്ള പണിമുടക്ക് ആരംഭിക്കുക. CMD പ്രമോദ് ശങ്കർ നേതാക്കളുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സമരവുമായി മുന്നോട്ടു പോകുമെന്ന് TDF നേതൃത്വം അറിയിച്ചത്. എല്ലാ മാസവും 5-ന് മുൻപ് ശമ്പളം നൽകുമെന്ന് മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇപ്പോഴും KSRTC ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നത് ഒരു മാസത്തിന്റെ പകുതിയോടെയാണ്. അതേസമയം പണിമുടക്കിനെ കർശനമായി നേരിടാനാണ് മാനേജ്മെന്റിന് സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശം. പണിമുടക്ക് ദിവസങ്ങളിൽ ഓഫീസർമാർ ജോലിയിൽ ഉണ്ടാകണമെന്ന് കർശന നിർദ്ദേശമുണ്ട്. CMD ഡയസ്നോൺ പ്രഖ്യാപിച്ച് സർക്കുലറും പുറത്തിറക്കി. സിവിൽ സർജന്റെ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസർ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അവധി അനുവദിക്കില്ല. താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ച് പരമാവധി സർവീസുകൾ നടത്താനും ജോലിക്ക് ഹാജരാകാത്ത താൽക്കാലിക ജീവനക്കാരെ മാറ്റി നിർത്താനും ചീഫ് ഓഫീസിന്റെ അനുമതിയില്ലാതെ ജോലിക്ക് അവരെ കയറ്റരുതെന്നും നിർദ്ദേശമുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.